നിലവിലുള്ള നാഷണൽ പെൻഷൻ സിസ്റ്റത്തിന് പകരം മുമ്പുണ്ടായിരുന്ന പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. ജീവനക്കാരുടെ ഈ ആവശ്യം അംഗീകരിക്കുമോ എന്നാണ് ഏവരും കാത്തിരിക്കുന്നത്. അതേസമയം പഴയ പെൻഷൻ പദ്ധതി തിരികെ കൊണ്ടുവരുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ വൻ ആഘാതമുണ്ടാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. എട്ടാം ശമ്പള പരിഷ്കരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ്. ജീവനക്കാരുടെ സംഘടനകൾക്കും പെൻഷൻ ഫോറങ്ങൾക്കും തങ്ങളുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാനുള്ള അവസരമാണിപ്പോൾ. ഇതിനായി 2 തവണ സമയം നീട്ടിയിരുന്നു. ജൂൺ 15 വരെയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള സമയം. ഫിറ്റ്മെന്റ് ഫാക്ടർ, അടിസ്ഥാന ശമ്പളം, പെൻഷൻ തുടങ്ങിയവയിൽ വിവിധ ആവശ്യങ്ങളാണ് ജീവനക്കാർ ഉന്നയിക്കുന്നത്. ഇതിൽ പെൻഷൻ സംബന്ധിച്ച ആവശ്യങ്ങളാണ് പ്രധാനം. പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നുള്ളത് ശമ്പള വർധനവിനൊപ്പം ജീവനക്കാർ ഉന്നയിക്കുന്ന ആവശ്യമാണ്. പുതിയ പെൻഷൻ പദ്ധതിയിൽ സർക്കാരും ജീവനക്കാരും തുല്യമായ വിഹിതം സംഭാവന ചെയ്യുന്നുണ്ട്. വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് പെൻഷൻ തുക നിശ്ചയിക്കുന്നത്. അതേസമയം പഴയ പെൻഷൻ പദ്ധതിയിൽ ജീവനക്കാരന്റെ അവസാന ശമ്പളത്തിന്റെ 50% തുക പെൻഷനായി നൽകുമെന്നത് ഉറപ്പാണ്. ഇതിനായി ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്ന് തുകയൊന്നും ഈടാക്കാറില്ലെന്ന് മാത്രമല്ല, ക്ഷാമബത്തയ്ക്കനുസരിച്ച് പെൻഷൻ തുകയിലും വർധനവുണ്ടാകും. നിലവിലെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50%-ൽ നിന്ന് 67%-മായി പെൻഷൻ തുക ഉയർത്തണമെന്ന ആവശ്യവും ശക്തമാണ്. മാത്രമല്ല, പ്രായം കൂടുന്നതനുസരിച്ച് ഓരോ 5 വർഷത്തിലും പെൻഷൻ തുകയിൽ അധിക വർധനവ് നൽകണമെന്നും ആവശ്യമുണ്ട്. അതേസമയം പഴയ പെൻഷൻ പദ്ധതി തിരികെ കൊണ്ടുവരുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ ആഘാതമുണ്ടാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമ്പോൾ സർക്കാരിന്റെ നികുതി വരുമാനത്തിൽ നിന്നാണ് ഭാവിയിലെ പെൻഷൻ തുക പൂർണ്ണമായും കണ്ടെത്തേണ്ടത്. ഇത് വികസന പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കുമുള്ള തുക കുറയുന്നതിന് കാരണമാകും. സംസ്ഥാനങ്ങളുടെ കടബാധ്യത വൻതോതിൽ വർദ്ധിപ്പിക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതേസമയം 8ാം ശമ്പള കമ്മീഷന്റെ രൂപീകരണത്തിൽ സംഭവിച്ച കാലതാമസമാണ് ശമ്പള പരിഷ്കരണവും വൈകാൻ കാരണമാകുന്നത്. ഡിസംബറിൽ 7ാം ശമ്പള കമ്മീഷൻ കാലാവധി അവസാനിക്കാനിരിക്കെ നവംബറിലാണ് 8ാം ശമ്പള കമ്മീഷന്റെ പരിഗണനാ നിബന്ധനകൾക്ക് സർക്കാർ ഔദ്യോഗികമായി രൂപം നൽകിയത്. തുടർന്ന് 18 മാസത്തെ സമയവും റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ അനുവദിച്ചു. ഇതുപ്രകാരം 2027 പകുതിയോടെ മാത്രമേ കമ്മീഷൻ അന്തിമ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ശമ്പള പരിഷ്കരണം 2027 പകുതിയാവുമ്പോഴാകും നടപ്പിലാവുക. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.